5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സ്റ്റുഡിയോ പൂട്ടുന്നു. സ്വതന്ത്ര ഇന്ത്യയിലും സ്വാതന്ത്ര്യത്തിന് മുമ്പും ടാറ്റ ഇന്ത്യയിൽ വലിയ നിക്ഷേപമാണ് നടത്തിയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ടാറ്റയെ ബൂർഷ്വ എന്നും സാമ്രാജ്യത്വവാദി എന്നൊക്കെ പറഞ്ഞ് വലിയ എതിർപ്പുകൾ പറയുമായിരുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന മൺവെട്ടി മുതൽ, മൺവെട്ടിക്കകത്തും ടാറ്റ എന്ന 4 അക്ഷരമുണ്ട്, TATA. മൺവെട്ടി മുതൽ കാറ് മുതൽ ലോകത്തിലെ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഒരു മനുഷ്യന് ആവശ്യമുണ്ടോ, കർഷകർ മുതൽ വിദ്യാർത്ഥികൾ മുതൽ എന്തെല്ലാം ആവശ്യമുണ്ടോ ഒരു സമൂഹത്തിന്, അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് ഈ രാജ്യത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൃഹത്തായ സ്ഥാപനമാണ് അല്ലെങ്കിൽ സംവിധാനമാണ് ടാറ്റ. സ്വതന്ത്ര ഇന്ത്യയിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ടാറ്റയ്ക്ക് ക്ഷണം കിട്ടിയപ്പോൾ അന്നത്തെ ടാറ്റയുടെ മേധാവിയെ, ഓണറെ നെഹ്റു ഒരു അത്താഴ വിരുന്നിന് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അവർ തമ്മിൽ നടന്നൊരു സംഭാഷണം ചരിത്ര പ്രസിദ്ധമാണ്. സംഭാഷണത്തിൽ പറഞ്ഞത്, നമ്മളൊരു ദരിദ്ര രാജ്യമാണ്, നമുക്കിപ്പോൾ പണമൊന്നുമില്ല, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും പോയി ഭിക്ഷ യാചിക്കുമ്പോൾ ചോദിക്കുകയാണ് നമ്മെ സഹായിക്കൂ, സാങ്കേതിക വിദ്യയിൽ നമ്മെ സഹായിക്കണം, എല്ലാ കാര്യത്തിലും നമ്മെ സഹായിക്കണം. നമുക്ക് പണമില്ല, സാങ്കേതിക വിദ്യയില്ല, കുറേ ദരിദ്രനാരായണന്മാരുടെ പരകോടികളുടെ ഒരു ദരിദ്ര രാജ്യം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ബഹളം, വിഭജനം വലിയ പ്രശ്നമാണ്. നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചതാണിപ്പോൾ. നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക രാജ്യം എന്നുള്ളത്? പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, കഷ്ടമാണ്, സാക്ഷരതയില്ല, രോഗങ്ങളാണ്. അങ്ങനെയൊക്കെ നടന്ന ചർച്ചയിൽ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓഫറുകൾ കിട്ടുന്നുണ്ടെന്നറിയാം, അമേരിക്ക അടക്കമുള്ള, പക്ഷേ നിങ്ങൾ അവിടേക്ക് ഒരുപാട് നിക്ഷേപം കൊണ്ട് പോകരുത്, ഭാരതത്തിൽ നിങ്ങൾ നിക്ഷേപിക്കണം. ഇവിടുത്തെ ദരിദ്ര കോടി വരുന്ന കർഷകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും വേണ്ട ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അത് വലിയൊരു ഇൻസൈറ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൺവെട്ടി മുതൽ നാനോ കാർ ആദ്യമായി ഇറക്കുന്നത്, എല്ലാവരും വലിയ വലിയ കാറുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി കാർ ഇറക്കുന്നത്, മൊട്ടുസൂചി മുതൽ ആറ്റം ബോംബ് വരെ എന്നൊരു ആലങ്കാരികമായി പറഞ്ഞാലും കുഴപ്പമില്ല. ആ നിലയിൽ മഹത്തായ രീതിയിൽ എല്ലാ നിത്യോപയോഗ വസ്തുക്കൾ ഉൾപ്പെടെ, ടാറ്റയുടെ ഉപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയഡൈസ്ഡ് ആയിട്ടുള്ള ടാറ്റയുടെ ഉപ്പ്, എന്തെല്ലാം. ഇപ്പോൾ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വസ്ത്രങ്ങളുടെ വളരെ തുച്ഛമായത് 400 രൂപ 300 രൂപ കൊടുത്താൽ ടീഷർട്ട് കിട്ടുന്ന, 300 രൂപയ്ക്കൊക്കെ ചെരുപ്പ് കിട്ടുന്ന, വളരെ മനോഹരമായ രീതിയിൽ വ്യാപകമായി അവർ വ്യാപാര ശൃംഖല തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റുഡിയോയുടെ വക്താവായി നിന്നുകൊണ്ട് സംസാരിച്ചതല്ല. പക്ഷേ ഇപ്പോൾ കോഴിക്കോട് സ്റ്റുഡിയോക്കെതിരെ വലിയ പ്രകടനം നടക്കുന്നു. അവർ ഇസ്രായേലിനെ സഹായിക്കുന്നു. ഇസ്രായേൽ രാജ്യമാണ്, ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഇസ്രായേലിന് സഹായം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലുകാർ യുദ്ധോപകരണങ്ങൾ വിൽക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അത് ടാറ്റയുടെ നിന്ന് അവർ മേടിക്കും, എല്ലാവരുടെയും നിന്ന് മേടിക്കും, കിട്ടുന്നിടത്തു നിന്ന്. അതൊരു രാജ്യമാണ്. അവിടെ അത് ഇസ്രായേൽ ടാറ്റ സഹകരിക്കുന്നു അല്ലെങ്കിൽ ടാറ്റ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാലസ്തീൻ്റെ കഥ, അതുകൊണ്ട് ഒരു കമ്പനിയെ നിഷേധിക്കണം എന്നൊന്നും പറയുന്നത് ഒരു ന്യായമുള്ളതല്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിത്തരുന്ന, അത് വൈവിധ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിത്തരുന്ന, അതെല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള, സാധാരണക്കാരന് പോലും വാങ്ങാൻ കഴിയുന്ന വിലയിൽ തരുന്ന, വളരെ ക്വാളിറ്റി പ്രോഡക്റ്റ് തരുന്ന 4 അക്ഷരമാണ് ടാറ്റ, TATA. അതുകൊണ്ട് ആ ടാറ്റയെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ വസ്ത്രം ഇടാനുള്ള അല്ലെങ്കിൽ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള അവസരം കൂടിയാണ്, അവകാശം കൂടിയാണ് നിഷേധിക്കുന്നത്. എല്ലാ രാഷ്ട്രങ്ങളിലും ഇതുപോലെ കമ്പനികളുണ്ട്. അവർ പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കും, പലർക്കും സംഭാവന കൊടുക്കും. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, അതെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ടാറ്റ എന്ന് പറയുന്നത് കേവലം ഒരു ഫാക്ടറിയല്ല, ഒരു ഉത്പാദന കേന്ദ്രമല്ല. ഭാരതീയനെ സംബന്ധിച്ച് ടാറ്റ ഭാരതത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇന്നിപ്പോൾ അംബാനിയും പിന്നെ അദാനിയും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, മുതലാളിമാരായിട്ടും കോർപ്പറേറ്റുകളായിട്ടൊക്കെ. പക്ഷേ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു പേരില്ലായിരുന്നു, ടാറ്റ എന്നൊരു പേര് മാത്രം. ടാറ്റ മുതലാളിയാണോ, ബൂർഷയാണോ, സാമ്രാജ്യത്വവാദിയാണോ, അതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം ഞാൻ സൂചിപ്പിച്ച പോലെ മുട്ടുസൂചി മുതൽ ആറ്റം ബോംബ് വരെ എന്ന് പറയുന്ന ഘടനയിൽ പരമാവധി സാധനങ്ങൾ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി ഉൽപ്പാദനം നടത്തി കൊടുക്കുന്ന ടാറ്റയുടെ ആ ജനപക്ഷ മുഖം വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനെതിരെയാണ് സുഡാപ്പികൾ ഇപ്പോൾ ബഹളമായിട്ട് വന്നിരിക്കുന്നത്. അതൊരു ഒന്നൊന്നര വരവാണ്. അത് ഒരിക്കലും ശരിയായില്ല. ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അത് രാജ്യവിരുദ്ധത പോലെ ഒരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ടാറ്റയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ കുറേ ഷോറൂം പൂട്ടിപ്പോയതുകൊണ്ടോ
കേരളത്തിൽ സ്റ്റുഡിയോ ഇല്ലാതിരുന്നത് കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ രാജ്യത്താകെ ഇത്തരം ഔട്ട്ലെറ്റുകളുള്ള വളരെ വലിയ ശൃംഖലകളുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അതിനെ നമ്മൾ എവിടെയെങ്കിലും നടക്കുന്ന ഒരു യുദ്ധത്തെയും സമരത്തെയും വെച്ചുകൊണ്ട് 50 പേരെ പങ്കെടുത്തോളൂ കോഴിക്കോട് ഈ സ്റ്റുഡിയോയ്ക്കെതിരെ നടന്ന സമരത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ 50 പേരെ പങ്കെടുത്തോളൂ. പക്ഷെ എന്നാലും അതൊരു സന്ദേശമാണ്. തീർച്ചയായും അത് നമുക്ക് ഉപേക്ഷിക്കേണ്ട സന്ദേശമാണ്. ടാറ്റ ഇനിയും ഒരുപാട് ഉൽപ്പന്നങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നൊരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സമരങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അത് ഒരു കാരണവശാലും രാജ്യത്തിന് ഗുണകരമല്ല. ദേശവിരുദ്ധ പ്രവർത്തികൾ പോലെയാണ് അത്തരം സമരങ്ങൾ. പാലസ്തീൻ ഇസ്രായേൽ സമരമൊക്കെ യുദ്ധമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും രണ്ട് ഭാഗത്തും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഹമാസിൻ്റെ വിഷയങ്ങളുണ്ട്, ഭീകരതയുടെ വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അത് അപ്പോൾ തന്നെ അതിൽ സ്റ്റുഡിയോ പോലുള്ള ഈ സംവിധാനങ്ങളെ, ആളുകളുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ തകർക്കാൻ ആരും ഇറങ്ങി പുറപ്പെടരുത്.